ബൈ ബൈ ട്രീസ. ബൈ. എന്തു പറ്റി ചേച്ചി? പാലിൽ കുഴപ്പമുണ്ടോ ചേച്ചി? പാല് കുറച്ച് മതി എന്ന് പറഞ്ഞു. ഇല്ല, ഹസ്ബൻഡ് ടൂറ് പോയിരിക്കുക. പിന്നെ ഇവിടെ ആരാ പാല് കുടിക്കാനുള്ളത്? അതുകൊണ്ടാ. ഇനിയിപ്പോ വേണ്ട. എന്നാ ശരി. ഹലോ ചന്ദ്രേട്ടാ. ആ എവിടാടോ താൻ? ജീവനോടെ ഇരിപ്പുണ്ടോ? ചന്ദ്രേട്ടൻ ഒരു പണി ഏൽപ്പിച്ച പിന്നെ വൃത്തിക്ക് ചെയ്യാതെ വിളിക്കുന്നത് എങ്ങനെയാ? അതാ ഞാൻ. അപ്പൊ ചൂണ്ടയില് മീൻ കൊത്തിയെന്ന് സാരം. ഇനിയിപ്പോ വലിച്ച് കരയിലോട്ടിട്ടാ മതിയല്ലോ. അങ്ങനെ എടുത്തു ചാടി ചെയ്യാൻ പറ്റില്ലല്ലോ. ചന്ദ്രേട്ടൻ നമ്മളൊരു വർക്കിംഗ് സ്റ്റൈൽ അറിയാലോ. വളഞ്ഞിരിക്കുകയാണ്. ഇനി കൂടിയ ഒരാഴ്ച, അതിനുള്ളിൽ സംഭവം നടക്കും. പക്ഷെ ശാന്തനു, നീ സൂക്ഷിക്കണം. എത്ര നിസാര കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണെത്താത്ത ഒരു ചെറിയ അശ്രദ്ധ മതി എല്ലാം അങ്ങോട്ട് തീരാൻ. അറിയാൻ ചന്ദ്രേട്ടൻ, അടിക്കുമ്പോ പാമ്പിന്റെ പത്തിക്ക് തന്നെ അടിക്കും. ചന്ദ്രേട്ടൻ പേടിക്കണ്ട, നമ്മുടെ സേഫ്റ്റി ഉറപ്പിച്ചിട്ട് ഞാൻ കളി അവസാനിപ്പിക്കും. എന്നാലേ നീ ഇത്തവണയും പതിവ് തെറ്റിക്കണ്ട. ഇനി കാര്യം നടന്നു കഴിഞ്ഞിട്ട് കാണാം. ശരി ചന്ദ്രേട്ടാ, ഓക്കെ ബൈ. എന്ത് പറ്റി സാർ? നമ്മളൊക്കെ എന്തിനാണ് യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നത്? ആ പുന്നാര മോൻ നമ്മുടെ മുന്നിൽ കൂടി കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? മോഷണ കേസിൽ പരാതിയില്ലെങ്കിൽ പിന്നെ കേസെടുക്കാനുള്ള അധികാരം നമുക്കില്ലല്ലോ. അവരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എരയെ പത്തി നോക്കി അടിക്കുക, അതാണ് അവൻ്റെ ഒരു ലൈൻ. സ്വന്തം ഭാര്യയുടെ ന്യൂഡ് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സ്, അതുമല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എലമെന്റ്. ആത്മാഭിമാനമുള്ള ഒരു ഭർത്താവ് കേസും ബുക്കാറായിട്ട് പോവാതിരിക്കാൻ വേറെ വല്ല കാരണം വേണോ? അറ്റ്ലീസ്റ്റ് അവനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരാളെങ്കിലും ഒന്ന് സഹകരിച്ചിരുന്നെങ്കിൽ സ്റ്റേഷനിൽ കയറ്റി ഇട്ടിച്ച് കൈയുടെ തരിപ്പ് തീർക്കായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്യാത്ത സ്ഥിതിക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാ അവനെ പിടിക്കാൻ അപ്പൊ ഒരു വഴിയില്ലേ? വഴിയൊക്കെ ഉണ്ട്. ഗാംബ്ലിംഗ്, എരയെ വേട്ടക്കാരന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്ന പക്ക ഗാംബ്ലിംഗ്. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഇത്രയും പേടിയുണ്ടായിട്ടാണോ രാത്രി എന്റെ മതിൽ ചാടിക്കിടന്നത്? പത്തായത്തി നെല്ലുണ്ടെങ്കിൽ ഏത് മതിലേലി ചാടിക്കിടക്കും. സത്യം. വൈൻ കുടിക്കില്ലേ? ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? ഏയ്, നീ പൂണൂലൊക്കെ മാറ്റി മതം മാറി ക്രിസ്ത്യാനിയായോ? പൂണൂലൊക്കെ എന്നേ അഴിച്ചതാ. പിന്നെ ഒരേ ദൈവത്തെ തന്നെയല്ലേ പല മതക്കാരും പല പേരും പറഞ്ഞു വിളിക്കുന്നത്.
അപ്പോൾ ഏത് രൂപത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അപ്പൊ പെണ്ണുങ്ങളെ മയക്കാനും പഞ്ചാര അടിക്കാനും മാത്രമല്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കാനും അറിയാം. ഈ കണ്ണുകളിൽ ഇങ്ങനെ നോക്കി നിന്ന ഇതിലും വലിയ ഫിലോസഫി ഞാൻ പറയും. ഉം. ഉം. സോറി. സാരമില്ല, ഞാൻ എടുത്തു വെക്കാം. ഏ, ദേ, അങ്ങേര് വന്നറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവേ. ഞാനിതൊന്ന് എടുത്തു വെച്ചോട്ടെ സാറേ. ഓ ശരി മാഡം. ഗുഡ് ബോയ്. ദേ ആ. ഇതുകൂടി. ഈശോയെ, എന്തു പറ്റി? ഇത് വലിയ വില കൂടിയ പൊന്നുംകുരിശ. ആന്റിക് പീസ്. തോമസ് ലേ കേരളത്തിൽ വന്നപ്പോൾ ജ്ഞാനസ്നാനവും കർമ്മങ്ങളും ചെയ്യാൻ ഉപയോഗിച്ച പൊന്നുംകുരിശ. പുള്ളിക്കാരന്റെ കളക്ഷനാ. എന്നിട്ടാണോ ഇങ്ങനെ ചുമ്മാ രൂപക്കൂട്ടി വെച്ചേക്കുന്നത്? ഏയ്, ഇത് തോമസിന്റെ ഒരു തിങ്കിങ്ങാ. ഇതിങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ആരും പിന്നെ ശ്രദ്ധിക്കില്ലല്ലോ, വിലയും കൊടുക്കത്തില്ല. ആ, ഇതിപ്പോ കണ്ടത് എന്തായാലും നന്നായി. പുള്ളിക്കാരൻ വരുന്നതിന് മുന്നേ ഞാൻ അടുത്ത ലോക്കറിൽ വെച്ചിട്ട് വരാം. ഒരു മിനിറ്റ്. നീ ഫോട്ടോ എടുത്ത് കളിക്കാതെ ഇങ്ങോട്ട് വാ. ഇവിടെ വരാൻ. ശാന്തനു, നീ അവിടെ എന്തെടുക്കുക? ഒന്നുമില്ല, ഞാൻ വെറുതെ. നീ വെറുതെ നിൽക്കുകയാണെങ്കിൽ ഫോട്ടോസ് ഒന്ന് മെയിലയക്കേ. വേണ്ട വേണ്ട വേണ്ട, മെയില് മതി, അതാ സേഫ്. ഓക്കെ. മെയിൽ ഐ ഡി എന്താ? trisa1983@gmail.com. trisa1983@gmail.com. അതെ, എന്താടാ? ആ, സെപ്റ്റംബർ 1, 1983. സെപ്റ്റംബർ 1919. അപ്പൊ 1000 രൂപ ലാഭം അല്ലേ? Yes, yes. പാർട്ടിക്ക് ഇന്ന് തന്നെ അത് കൊടുക്കണം. Okay. അതാണ് വിശ്വാസം. ശരി.
ഇന്ന് തന്നെ കൊടുക്കണേ. ശരി. അതാണ് ബിസിനസ്. സോറി മാഷെ, കുറച്ച് തിരക്കായി പോയി. മാഷ പറ. ചന്ദ്രേട്ടാ, ആ എടാ, നീ ഒരു 5 മിനിറ്റ് വിളിയേക്ക്. ഞാൻ വിളിക്കാം. താൻ പറഞ്ഞിട്ട് ഒരാളെന്നെ കാണാൻ വന്നത് വിലയും പറഞ്ഞു. അതല്ലല്ലോ കാര്യം. കച്ചവടത്തിൽ നഷ്ടവും ലാഭവും മാത്രമല്ല, വിശ്വാസം എന്ന് പറഞ്ഞ സാധനം കൂടിയുണ്ട്. ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് വില പറയുന്നതിനൊക്കെ ഒരു മര്യാദയൊക്കെ വേണ്ട ചന്ദ്ര. മാഷ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. ഇപ്പൊ ബിസിനസ് ഒക്കെ ഭയങ്കര ഡള്ളാണ്. മാഷ് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. ഇവിടെ ചന്ദ്രൻ മേടിച്ചു തരും. മാഷ് പറയുന്ന പൈസ ഞാൻ മേടിച്ചു തരും. എനിക്ക് വേറെ ബയറെ കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. നേരത്തെ പറഞ്ഞ വിശ്വാസത്തിന്റെ പുറത്താണ്. പിന്നെ വെയിറ്റ് ചെയ്യണമെന്ന് പറയാന്നല്ലാതെ എത്ര നാളത്തേക്കെന്ന് താൻ പറയുന്നില്ലല്ലോ. ഈ ആളെ വിട് ചന്ദ്ര. അയ്യോ മാഷെ, അവിടെ ഇരിക്കും മാഷെ. മാഷ് എങ്ങോട്ടാ പോകുന്നേ? അവിടെ ഇരിക്കി. എന്ത് മാഷ്, എന്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ശരി, പക്ഷെ ഇത് നിന്റെ അവസാനത്തെ അവസരമാണെന്ന് കൂട്ടിക്കോ. സാധനം എവിടെടാ? നിന്നെ സമ്മതിച്ചെന്ന് പോരെ. കൊള്ളാം. ആഹാ, ഇത് ബോണസ്. ഇതെന്ത് സംഭവം? അവര് വല്ല കേസും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാലേ തടയിടാൻ നമ്മുടെ അടുത്ത് വലുതും വേണ്ടേ. ഇത്തവണ വീഡിയോ ഒന്നും ഒത്തില്ല. ഇത് ഒറിജിനലാടാ. അതുകൊണ്ട് അവളെ അരഞ്ഞാണം ഞാൻ നൈസായിട്ട് പൊക്കി. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണ്ടേ. ഭാര്യമാരെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും സമയമില്ലാത്ത ഭർത്താക്കന്മാരുള്ളപ്പോ നിന്റെ കാര്യം സേഫ് അല്ലടാ. അതൊക്കെ പോട്ടെ, ഇതിന്റെ കാശ് എപ്പോ കിട്ടും? അത് നീ പേടിക്കണ്ട. കാശേ ഒരാഴ്ചക്കുള്ളിൽ കൃത്യമായിട്ട് നിന്റെ അക്കൗണ്ടിൽ വരും. നിനക്കെന്താടാ, എന്നെ വിശ്വാസമില്ലേ? ചന്ദ്രേട്ടാ, നിങ്ങൾ തന്നെയല്ലേ ഇത് ട്രീസയുടെ ഭർത്താവിന് വിറ്റത്? എന്നിട്ട് മോഷ്ടിക്കാൻ എന്നെ വിട്ടത് നിങ്ങൾ തന്നെ. എങ്ങനെ വിശ്വസിക്കും? തന്തയില്ലാത്തരം കാണിക്കുന്നവരുടെ നാട്ടില് ഒരു കൊച്ചു മലരനെങ്കിലും ആയില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഏത് അതെന്തിലാട്ടെ. ഇനി ഇങ്ങനത്തെ നക്കാപ്പിച്ച കേസൊന്നും എടുക്കാൻ എന്നെ കൊണ്ടാവില്ല. ഇനി വല്ലതും ചെയ്യുകയാണെങ്കിൽ ലൈഫ് സെറ്റ് ആവണം. നവരത്നങ്ങൾ പതിച്ച ദേവിയുടെ പഞ്ചലോക വിഗ്രഹം, എ വെരി റെയർ ആൻറ്റിക് പീസ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ കോടികളാണ് വില. വിറ്റ നിന്റെ മാത്രമാണ്, നമ്മുടെ 2 പേരുടെയും ലൈഫാണ് രക്ഷപ്പെടുന്നത്. നോക്കുന്നു. സാധനം ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? വാ, നീ ഇപ്പൊ ഇവിടുന്ന് ഒരാളെ അറിയിപ്പോന്നുണ്ടില്ലേ? സാധനം പുള്ളിയുടെ കയ്യിൽ. കുടുംബവക ക്ഷേത്രത്തിലെയോ മറ്റോ ആണ്. പക്ഷെ വില കൊണ്ട് അങ്ങോട്ട് അടുക്കുന്നില്ല. പിന്നെ മോഷ്ടിക്കാൻ എന്താ എന്തല്ലേ? അല്ലെങ്കിൽ ഇത് വേണ്ട ചന്ദ്രേട്ടാ. ക്ഷേത്രത്തിലെന്നൊക്കെ പറയുമ്പോ ശരീരത്തിന് കുറുകിട്ട പൂണൂല ഞാൻ അയച്ചു മാറ്റിയിട്ടുള്ളൂ. മനസ്സിന് കുറുകിട്ടത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. കൈ വിറച്ചില്ലെങ്കിലും ചിലപ്പോ മനസ്സ് വിറയ്ക്കും. വേണ്ടെങ്കിൽ വേണ്ട, നിന്റെ ഇഷ്ടം. നമുക്ക് വേറെ വെക്കാം.